വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു ദുഃഖകരമായ ഒരു ന്യൂസാണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും. നമ്മുടെ കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഒരു നോമ്പ് തുറക്കാനായിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു കുടുംബത്തിൽ ഉണ്ടായ ഒരു അതിക്രൂരമായ ഒരു സങ്കടകരമായ ഒരു കൊലപാതക വിഷയം നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഷിബില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെടുകയുണ്ടായി. അതായത് യാസിർ എന്ന് പറയുന്ന കോഴിക്കോട് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ സ്ഥലത്താണ്. യാസിർ ഷിബില ദമ്പതികളാണ്. അതിൽ യാസിർ എന്ന് പറയുന്ന ഈ പ്രതി മയക്കുമരുന്നിനും മറ്റും അടിമപ്പെട്ട് വളരെ അതിക്രൂരമായിട്ട് ഒരു 5 വർഷത്തോളമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്, ഷിബില യാസിറിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഈ 5 വർഷത്തിനിടയിൽ ഇവരുടെ വിവാഹം എന്ന് പറയുന്നത് വീട്ടുകാർക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ഷിബില യാസിറിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. വിവാഹശേഷം 3 മാസം കഴിഞ്ഞപ്പോഴേക്കും യാസിർ മയക്കുമരുന്നിനും മറ്റുമൊക്കെ അടിമപ്പെട്ട് എന്നുള്ളൊരവസ്ഥ മനസ്സിലാക്കി അവർ തമ്മിൽ അതുമുതലേ വഴക്കാണ്. ഇപ്പോൾ ഇവർക്കൊരു 3 വയസ്സുള്ള ഒരു കുട്ടി കൂടെയുണ്ട്. അപ്പോൾ ഈ 1 മാസം മുന്നേ ആയിട്ടാണ് ഷിബില സ്വന്തം വീട്ടിലേട്ട് യാസിറിൻ്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ടും അതിക്രൂരമായ അടിയും ബഹളവും ഒക്കെ ഉള്ള ഒരവസ്ഥ വന്നപ്പോഴാണ് സ്വന്തം വീട്ടിലേക്ക് വരികയും അങ്ങനെ ഇവിടെ ഈ 1 മാസമായിട്ട് ഈ കുട്ടി ഇവിടെ ഷിബില സ്വന്തം കുഞ്ഞുമായി വാപ്പാടെ ഉമ്മാടെ കൂടെ ജീവിച്ചു വരികയാണ്. അതിനിടയിൽ തന്നെ ഈ യാസിർ പല പ്രാവശ്യം ഈ വീട്ടിൽ വരികയും ഫോണിലൂടെയും നേരിട്ടും ഇവർക്ക് വധഭീഷണികളും അങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ ഇയാൾ കഞ്ചാവിന് അടിമപ്പെട്ട് ഈ ഒരു കുടുംബത്തിനോടും ആ കുട്ടിയോടും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മരണം ഇന്നലെ നടന്നു എന്ന് പറയുന്ന 6:45 7 മണിക്കകത്ത് വൈകിട്ട് ആ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതേ ദിവസം തന്നെ രാവിലെ 10 മണിക്ക് ഈ യാസിർ 11 മണിയോടുകൂടി എന്തോ വീട്ടിൽ പകൽ വരികയും വീണ്ടും വധഭീഷണിയും മറ്റും മുഴക്കി പോവുകയാണ് ചെയ്തതെന്ന് പറയുന്നു. ഈ കുട്ടി ഈ കഴിഞ്ഞ 28-ാം തീയതി ഈ യാസിറിനെതിരെ താമരശ്ശേരി പോലീസിന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയുണ്ടായി. അതായത് തൻ്റെ കുഞ്ഞിനിടാനുള്ള വസ്ത്രങ്ങൾ അവിടെ നിന്ന് എടുത്തു തരണമെന്നും ഒപ്പം തനിക്ക് ഇങ്ങനെ ഓരോ ഭീഷണികളും മറ്റും ഒരു ബുദ്ധിമുട്ടും ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള പേരിൽ ഒരു കംപ്ലൈൻറ്റ് എഴുതി താമരശ്ശേരി പോലീസിന് കൊടുക്കുകയും പോലീസ് യാസിറിനെ വിളിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്യലല്ലാണ്ട് അതിൽ കൂടുതൽ നടപടികളൊന്നും ഇത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് പലതും നാട്ടുകാർക്കും ഈ മാതാപിതാക്കൾക്കും ഒക്കെ അറിയാം. ആ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ഈ യാസിർ വീട്ടിൽ ഒരു വൈകിട്ട് 7 മണിയോടുകൂടി എത്തുകയും ആ 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുമ്പിലിട്ട് ഷിബിലേനെ വിളിക്കുകയും ഷിബില വന്നതിന് ശേഷം തൊട്ട് കഴുത്തിന് പുറകെയായിട്ട് കത്തി കൊണ്ട് കുത്തുകയുണ്ടായി. മാരകമായ കുത്തേറ്റ് ഷിബില മുറ്റത്തേക്ക് തെറിച്ചു വീഴുകയും ഇത് തടയാൻ ചെന്ന ഷിബിലയുടെ പിതാവ് അബ്ദുൾ റഹ്മാൻ, അദ്ദേഹത്തിന് ഒരു അത്യാവശ്യം ക്രൂരമായ രീതിയിലുള്ള കുത്താണ് ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി അല്പം ഗുരുതരാവസ്ഥയിലാണ്. ഒപ്പം ഷിബിലയുടെ മാതാവിനും ഒരു കുത്തേൽക്കുകയുണ്ടായി. ഇത് എന്താണ് നമ്മുടെ നാട്ടിൽ ഈ കഞ്ചാവ് അല്ലെങ്കിൽ മദ്യം അങ്ങനെ എന്ത് തരം ലഹരിയാണെങ്കിലും ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കൊലപാതകങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഈ ഓരോ ദിവസവും ഞാനൊരു വീഡിയോ എൻ്റെ ഇടുന്ന സമയത്ത് കൂടി എനിക്ക് മനസ്സിലാവില്ല ഇതെങ്ങനെ നമ്മൾ പറയാൻ പോലും നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥകൾ. വെറും 25 വയസ്സുള്ളവനാണ് ഈ യാസിർ എന്ന് പറയുന്ന ഈ കൊലപാതകി. അതിൽ നിന്നും ഏറ്റവും ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം നടുക്കിയതാണ്. ആരാണ്? ആഷിഖ്. സ്വന്തം ഉമ്മയെ ലഹരിക്ക് അടിമപ്പെട്ട് കൊലപ്പെടുത്തിയ ആഷിഖിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ യാസിർ എന്ന് പറയുന്നവൻ. അപ്പോൾ ഈ കൊല നടത്തി ഇതെല്ലാമായി ആൾക്കാരെല്ലാം വന്നുകൂടി. അപ്പോൾ തന്നെ ഇവൻ ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ആൾക്കാരിൽ ആരോ ഒരാൾ ഈ കാറ് തടയാൻ ശ്രമിക്കുകയും ഒരു കല്ലെടുത്തെറിഞ്ഞ് ആ ഫ്രണ്ട് ചില്ല് പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിൽ ഷിബിലാനെയും മാതാപിതാക്കളെയും അവിടുത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എങ്കിലും ഷിബിലയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനായില്ല. കാര്യം ആ കുട്ടിക്ക് അതിക്രൂരമായ രീതിയിലാണ് കുത്തേറ്റിരിക്കുന്നത്. പിതാവിൻ്റെ അബ്ദുൾ റഹ്മാൻ്റെ നില കുറച്ച് ഗുരുതരാവസ്ഥയിലാണ്. മാതാവ് ശുശ്രൂഷ ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനു ശേഷം ഈ പ്രതി എന്ന് പറയുന്ന യാസിർ ഈ കൊല നടത്തി ഇതിനു ശേഷം നേരെ ഒരു തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ പോവുകയും 2000 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് പൈസ കൊടുക്കേണ്ട അവിടെ വഴക്കിട്ടിട്ട് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. അവസാനം ഇവൻ്റെ കയ്യിൽ മൊബൈൽ വഴി അറിയുന്നുണ്ട് ഭാര്യ ഷിബില മരണപ്പെട്ടു എന്നും നാട് മുഴുവൻ തന്നെ തേടി നടക്കുകയാണെന്നുമുള്ള ഒരു വിവരം ഇവന് മൊബൈലിലും മറ്റു വഴി കിട്ടുകയും അതറിഞ്ഞ് നേരെ മെഡിക്കൽ
മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി പാർക്കിങ്ങിൽ ചെന്ന് ഇവൻ കാറ് അവിടെ ഇട്ടിട്ട് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കാറും ഈ ചില്ല് പൊട്ടിയിരിക്കുന്ന അവസ്ഥയും ഒക്കെ കണ്ട് മനസ്സിലാക്കി പോലീസിൻ്റെ തിരച്ചിലിൽ ഇവൻ കണ്ണിൽപ്പെടുകയും പോലീസ് ഇവനെ കൈയോടെ 5 മണിക്കൂറിന് ശേഷം ഈ കൊല നടത്തി 5 മണിക്കൂറിന് ശേഷം പോലീസ് ഇവനെ കൈയോടെ പിടിക്കുകയുമാണ് ചെയ്തത്. മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നമ്മുടെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മറ്റ് നിയമ നടപടികൾ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മാറ്റർ ഇത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട് മൃഗീയമായി സ്വന്തം ഭാര്യയെ, വെറും 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇതിപ്പോൾ ഒരു വലിയ കാര്യം, ഒരു നമ്മുടെ നാട്ടിൽ അവർ ലഹരി ഉപയോഗിക്കുന്നവർക്കൊന്നും ഇതൊരു വിഷയമുള്ള കാര്യമല്ല. മാതാവെന്നോ പിതാവെന്നോ കുഞ്ഞെന്നോ അനുജത്തിയെന്നോ യാതൊരു ചിന്തയെന്നോ സുഹൃത്തുക്കളെന്നോ പോലും യാതൊരു ലഹരിയിൽ അടിമപ്പെട്ടാൽ അതാണ് അവസ്ഥ. നമ്മുടെ നാട് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും എൻ്റെ ഒരു അറിവിൽ, എൻ്റെ ഒരു ബുദ്ധിപരമായ എൻ്റെ അറിവിലുള്ള എനിക്ക് പറയാനുള്ളത് ഇപ്പം ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ലഹരി സംബന്ധമായിട്ട് ഇതുപോലെയുള്ള അതിക്രൂരമായ കൊലപാതകം ചെയ്യുന്നവന്മാർക്ക് മരണം തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കപ്പെടുന്നത് പോലെയുള്ള മരണശിക്ഷ ഇത് കണ്ട് ഈ വരും തലമുറകൾ ഭയം വേണം. നമ്മുടെ നിയമം ഇതാണ്, നമ്മുടെ നിയമം, നമ്മളൊരു തെറ്റ് ചെയ്താൽ നമുക്ക് തരുന്ന ശിക്ഷ ഇതാണ് എന്നുള്ളൊരു ബോധം ഈ വരും തലമുറകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ശക്തമായ നടപടികൾ. ഇതുപോലെയുള്ള ദിവസം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൽ കൂടുതൽ വരാനേ വഴിയുള്ളൂ. ഇതിൽ കൂടുതൽ ഓരോ ഇൻസിഡൻസും കൊലപാതകങ്ങളുമാണ് നമ്മൾ ഇനി കേൾക്കാനിരിക്കുന്നത്. ഒന്നുമല്ല, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കാര്യം ഇപ്പോൾ ഒരുപാട് ലഹരി സംബന്ധമായ സംഭവങ്ങൾ പോലീസ് കണ്ടുപിടിക്കുകയും പലരെയും പിടികൂടുകയും ഈ മയക്കുമരുന്ന് പോലെയുള്ള സംഭവങ്ങളും മറ്റുമൊക്കെ പോലീസ് കണ്ടെത്തി വരുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഇതിൽ നിന്ന് കൂടുതൽ രീതിയിലുള്ള ഒരു വ്യാപകമായ ഒരു രീതി തന്നെ ലഹരി സംബന്ധമായിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയും അതിശക്തമായ നിയമശിക്ഷാവലി തന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ. ഇത് എത്രയും വേഗം ഈ ഒരു കാര്യങ്ങളിൽ നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ ഇതിനെ സംബന്ധിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇതിനെ സംബന്ധിക്കുന്നവർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട് നശിക്കും എന്നുള്ളത് നമ്മുടെ കുഞ്ഞു മക്കൾ, പിഞ്ചു മക്കൾ ഉൾപ്പെടെ ഈ ഒരു അവസ്ഥകൾ കണ്ട് വരും തലമുറയിൽ അവർ പോലും ഈ ഒരു രീതിയിലോട്ട് പോകുമെന്നുള്ളൊരു ഭയപ്പാട് നമുക്ക് ഓരോ വ്യക്തികളുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു നിയമ നടപടികൾ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഷിബില യാസർ കേസ് ഇനിയിപ്പോൾ തുടർന്ന് ഇന്ന് വരും ദിവസങ്ങളിൽ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പോലീസ് ചെയ്തു വരികയാണ്. ആ 3 വയസ്സുള്ള കുഞ്ഞിന് ഇനി ആരാ ഉള്ളത്? സ്വന്തം മാതാവ് നഷ്ടപ്പെട്ടു. ലോകം എന്താണെന്ന് പോലും അറിയാത്ത ആ കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നമുക്കത് പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല അല്ലേ? ഇതുപോലെയാണ് ഓരോ ഇൻസിഡൻറ്റ്. നമ്മൾ മറന്നു പോയിട്ടില്ല. വെഞ്ഞാറമ്മൂട് 5 കൊലപാതകം. അത് ലഹരിക്കല്ല എന്ന് പറയുന്നുണ്ട്. ലഹരി വെള്ളമടിച്ചിട്ടാണെങ്കിലും അവൻ എന്നുവെച്ചാൽ മൈൻഡ്, കുട്ടികളുടെ വരും തലമുറകൾ. ഈ യാസർ എന്ന് പറയുന്നവന് വെറും 25 വയസ്സാണ് പ്രായം. ഈ തലമുറയിൽ വരുന്ന ഓരോ കുട്ടികളുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ഓരോ യുവാക്കൾ ഇതിനടിമപ്പെട്ട് അവരുടെ എന്താണ് നമ്മുടെ ലൈഫ്, നമ്മുടെ മുന്നിൽ ആരാണ് നിൽക്കുന്നത്, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ എൻ്റെ അനുജൻ, ആ ഒരു പരിഗണന പോലും കൊടുക്കാണ്ട് ഈ ഒരു മൃഗീയമായ കൊലപാതകങ്ങൾ ചെയ്യാൻ ഈ വരും തലമുറയ്ക്ക് ഇതെങ്ങനെ ഇതിനുള്ള ധൈര്യം വരുന്നു എന്നുള്ളത് അറിയില്ല. ലഹരിയുടെ ഉപയോഗമാണോ എന്ത് തന്നെയായാലും ഇതിനെതിരെ ശക്തമായ നടപടികൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടില്ലേ, കൊല്ലം ആ ഷെബിൻ ജോർജ് കാമുകിയുടെ അനുജൻ, അതും ഇതുപോലെ കുടുംബപരമായ വഴക്കാണ്. അപ്പോൾ ഇതുപോലെ യാസർ ഷിബില ദമ്പതികളുടെ കുടുംബ വഴക്കിനെ തുടർന്ന് ആ നാടിനെ നടുക്കിയ കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ആ നാടിനെ നടുക്കിയിരിക്കുന്ന നാട്ടുകാർക്കും ആ ബന്ധുക്കൾക്കും അതിൻ്റെ ഭയം മാറുന്നില്ല. ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ഇതുപോലെയുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ ശക്തമായ നടപടിക്രമങ്ങൾ തന്നെ നമ്മുടെ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുവരിക. ശക്തമായ ശിക്ഷ, മരണം, അതിൽ കൂടുതലുള്ളൊരു ശിക്ഷയല്ല ഇതിന് വേണ്ട, അത് തന്നെയാണ് ഏറ്റവും നല്ല ശിക്ഷ. അത് കൊടുക്കുക. കാര്യം എങ്കിൽ മാത്രമേ ഈ വരും തലമുറയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ, നമ്മുടെ മക്കളെ, വരുന്ന കുഞ്ഞു മക്കളെ പോലും നമുക്ക് നല്ല രീതിയിൽ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ ഈ ഭരണകൂടം, നമ്മുടെ നിയമാവലി ശക്തമാവുക തന്നെ വേണം.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സങ്കടത്തോടെ തന്നെയാണ് ഞാൻ നിർത്തുന്നത്. താങ്ക് യു.